ആലപ്പുഴയിലെ തോൽവിക്ക് പിന്നാലെ കായംകുളം CPM-ൽ സമൂഹമാധ്യമ പോര്. BJP-ക്ക് CPM നേതാക്കൾ വോട്ട് മറിച്ചു കൊടുത്തു എന്നാണ് ആരോപണം. ഏരിയ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും കായംകുളത്തിന്റെ വിപ്ലവം എന്നു പേരുള്ള FB പേജിൽ സൈബർ സഖാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള പാർട്ടി പ്രവർത്തകരും സമൂഹമാധ്യമങ്ങളിൽ വിമർശനവുമായി രംഗത്തെത്തി. ഷിജിത്ത് വിശദാംശങ്ങളുമായി. ഷിജിത്ത്, അല്പം മുമ്പ് MMSN പറയുകയായിരുന്നു, അദ്ദേഹം മുമ്പ് പ്രതിനിധീകരിച്ച മണ്ഡലമാണ് കായംകുളം. അവിടെ വലിയ നിലയിൽ വോട്ട് ചോർന്നുപോയതിനെക്കുറിച്ച് കായംകുളത്ത് എന്താണ് സംഭവിക്കുന്നത്? നികേഷ്, ആലപ്പുഴയിൽ AM ആരിഫ് വലിയ മാർജിനിൽ KC വേണുഗോപാലിനോട് തോൽക്കുകയും കായംകുളം, ഹരിപ്പാട് തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് പിന്നിൽ മൂന്നാമതായി LDF പോവുകയും ചെയ്തതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. ഒളിഞ്ഞും തെളിഞ്ഞും നേതൃത്വത്തിനെതിരെയുള്ള വിമർശനങ്ങളാണ് ജില്ലയുടെ പല കോണുകളിൽ നിന്നും ഉയർന്നത്. ആലപ്പുഴയിലെ കായംകുളത്താണ് കായംകുളം വിപ്ലവം എന്ന പേജിലാണ് ഇപ്പോൾ രൂക്ഷമായ വിമർശനം അടങ്ങുന്ന ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. BJPക്ക് CPM നേതാക്കൾ വോട്ട് മറിച്ചുകൊടുത്തുവെന്നാണ് ആരോപണം. കായംകുളത്തുണ്ടായത് നാണംകെട്ട തോൽവിയാണെന്ന പരിഹാസമുണ്ടായി. ഏരിയ കമ്മിറ്റി പിരിച്ചുവിടണം. നേതാക്കൾക്കെതിരെ ഉണ്ടായ അഴിമതി ആരോപണങ്ങളിൽ നടപടിയുണ്ടായില്ല. പാർട്ടി നേതാക്കൾക്ക് അഴിമതി, കൊട്ടേഷൻ, ആഭിചാരം, ലഹരി മാഫിയ ബന്ധമുണ്ടെന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടായി. നേരത്തെ അവിടെ ഉണ്ടായ വിവാദത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായ ബിപിൻ സി ബാബുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ പോസ്റ്റുകളിലൊക്കെ പരാമർശിക്കുന്നുണ്ട്. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അമ്മയും മകനും BDS നേതാക്കളുമായി ചർച്ച നടത്തി. എന്നിട്ട് നേതൃത്വം വരെ സംരക്ഷിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. CPM കോട്ടകളിലെല്ലാം BJP കടന്നുകയറി. നഗരത്തിലെ 27 ബൂത്തുകളിൽ ഒരിടത്ത് മാത്രമാണ് പാർട്ടിക്ക് ലീഡ് ചെയ്യാനായതെന്നും ഈ പോസ്റ്റുകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്നലെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗവും ഏരിയ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് PS ഷാജിയും നേതൃത്വത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു.